എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പപ്പടമൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നൊരു സാധനമല്ലേ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 6 പീസ് പപ്പടം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ പപ്പടമെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പപ്പടമെല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈരാണ് ആവശ്യമുള്ളത്. ഞാനിപ്പോൾ 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ എന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് തൈര്. അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഇത്. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരുപാട് അങ്ങ് കൂടിപ്പോകരുത്, എങ്കിൽ പിന്നെ ഇതിൻ്റെ കളർ തന്നെ അങ്ങ് മാറിപ്പോകും. ഇനി 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് പൊടിച്ചത്. മസാലയായിട്ട് നമ്മൾ ഈ പൊടികൾ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ആ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കുക. ഇനി ആ പപ്പടത്തിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്ന രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പപ്പടം ഒന്നും പൊടിഞ്ഞു പോകരുത്. ഇതിപ്പോൾ പപ്പടം ഒന്നും പൊടിഞ്ഞു പോകാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മസാലയൊക്കെ പപ്പടത്തിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിലേക്ക് നമ്മുടെ ഈ പപ്പടത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ആ പപ്പടവും തൈരും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പട പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. താങ്ക്